വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 6 വാക്യം 15. ഒരു പുതിയ സൃഷ്ടിയാകുക എന്നത് പരമപ്രധാനം. ഓരോ മനുഷ്യരും പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാനാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അതിനു വേണ്ടി നാം ഓരോരുത്തരും ഇന്നലെകളെയല്ല, നാളെയുടെ എല്ലാ ചിന്തകളും മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പുതുജീവൻ നൽകുന്ന പുതിയ സൃഷ്ടിയായി മാറുവാൻ നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയാൽ അതെല്ലാം സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നതാണ്. ഇന്നലെകളെയും നാളെയും കുറിച്ചുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ മക്കളും ഇന്നിൻ്റെ കാലയളവിൽ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നു. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരീകരണം ഓരോ മക്കളിലും ഉദിച്ച് പ്രകാശമായി വളർന്നു വരുന്നു. ഒരു ചെടി വളർന്നു വരുന്നത് പോലെ, അതിന് വെള്ളമൊഴിക്കുന്നത് പോലെ, അത് തഴച്ച് വളരുന്നത് പോലെ ദൈവവിശ്വാസത്താൽ പ്രാർത്ഥനയാൽ ആയിരിക്കുന്ന ഓരോ മക്കളും പുതിയ ജീവനായി മാറുന്ന, പുതിയ സൃഷ്ടിയായി മാറുന്ന മനസ്സിൻ്റെ നവീകരണം വഴി ഓരോരുത്തരും അത് സ്വായത്തമാക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നല്ലേ തിരുവചനം നമ്മോട് പറയുന്നത്. ആയതിനാൽ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ ഈ രണ്ട് വരി ഗാനങ്ങളിലൂടെ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നു ഞാൻ പുതിയ മനുഷ്യനാകും, ഇന്നു ഞാൻ പുതിയ മനുഷ്യനാകും, ആത്മാവിലുണരും മനുഷ്യൻ, പുതുജീവൻ നൽകും മനുഷ്യൻ, ആത്മാവിലുണരും മനുഷ്യൻ, പുതുജീവൻ നൽകും മനുഷ്യൻ, ഇന്നു ഞാൻ പുതിയ മനുഷ്യനാകും. ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ പ്രാർത്ഥനയിലൂടെ ഓരോ മക്കൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കട്ടെ. ഓരോ മക്കളും യേശുവിൻ്റെ വാഗ്ദാനമായ സഹായകനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പുതുജീവൻ പ്രാപിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ ഓരോ മക്കൾക്കും കഴിയുമാറാകട്ടെ. വിശ്വാസത്താൽ നമുക്ക് വീണ്ടും ജനിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.